വിശദമായ വാർത്തകളിലേക്ക്. പാലക്കാട് നെന്മാറയിൽ ജാമ്യത്തിലിറങ്ങിയ കൊലക്കേസ് പ്രതി അയൽവാസികളായ അമ്മയെയും മകനെയും വെട്ടിക്കൊലപ്പെടുത്തി. നെന്മാറ പോത്തുണ്ടി സ്വദേശി ലക്ഷ്മി, മകൻ സുധാകരൻ എന്നിവരെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. സുധാകരന്റെ ഭാര്യ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ചെന്താമര 3 മാസം മുമ്പാണ് ജാമ്യത്തിൽ ഇറങ്ങിയത്. ചെന്താമരയുടെ ഭീഷണിയെക്കുറിച്ച് പരാതി നൽകിയിട്ടും പോലീസ് ഗൗരവത്തിൽ എടുത്തില്ലെന്ന് കൊല്ലപ്പെട്ട സുധാകരന്റെ മകൾ അഖില പറഞ്ഞു. അതേ ഒരു ടെൻഡൻസി ഇങ്ങനെ കൊല്ലണം എന്നുള്ള ടെൻഡൻസിന് വാളിങ്ങനെ ഊരി കാണിച്ചത് കണ്ടില്ല. ഇതാ നീളമുണ്ട്, ഇതാണ് എൻ്റെ സെറ്റപ്പ്. ഞങ്ങളുടെ കണ്ണീരിന് വിലയില്ല. ഇനി എനിക്ക് ആരാ ഉള്ളത്? ഒടുങ്ങാത്ത പകയായിരുന്നു പ്രതി ചെന്താമരയ്ക്ക്. തിളയ്ക്കുന്ന പകയുമായി അയാൾ തക്കം പാർത്ത് നടക്കുകയായിരുന്നു. ക്ഷേമനിധിയിൽ പണമടയ്ക്കാൻ വേണ്ടി ഇന്ന് രാവിലെ സുധാകരൻ വീട്ടിൽ നിന്നും സ്കൂട്ടറിൽ നെന്മാറയിലേക്ക് പോകാനിറങ്ങിയപ്പോൾ തക്കം പാർത്തിരുന്ന കൊലയാളി കൊടുവാൾ വീശി തലങ്ങും വിലങ്ങും വെട്ടി. കരച്ചിൽ കേട്ട് ഓടിവന്ന അമ്മ ലക്ഷ്മിയെയും ചെന്താമര വെട്ടിക്കൊന്നു. 2019 സുധാകരന്റെ ഭാര്യ സജിതയെ വെട്ടിക്കൊന്നതും ഇയാൾ തന്നെ. ആ കേസിൽ ജയിലിൽ കഴിഞ്ഞിരുന്ന ചെന്താമര വിചാരണ നടപടികൾ പുരോഗമിക്കുന്നതിനിടെ ജാമ്യത്തിൽ പുറത്തിറങ്ങിയാണ് അതേ വീട്ടിലെ 2 പേരെ കൂടി വെട്ടിക്കൊന്നത്. വീട്ടിലെ എല്ലാവരെയും കൊല്ലുമെന്ന് ജയിലിൽ നിന്നിറങ്ങിയ ശേഷം ഇയാൾ പലവട്ടം ഭീഷണി മുഴക്കിയിരുന്നു. ചെന്താമരയെ ഭയന്ന് അമ്മ വീട്ടിൽ കഴിഞ്ഞിരുന്ന സുധാകരന്റെ മകൾ അഖില നെന്മാറയിൽ അച്ഛനെ കാത്തു നിൽക്കവെയാണ് കൊലപാതക വിവരം അറിയുന്നത്. ഡിസംബർ 29-ാം തീയതി ഞാൻ വന്ന് പരാതി കൊടുത്തതാ. ഭീഷണിപ്പെടുത്തണ എനിക്കും കൂടി പേടിയായി പറഞ്ഞിട്ടാണ് ഞാൻ വരാത്തത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ എൻ്റെ അച്ഛപ്പടെ വന്നതാ. എനിക്ക് പേടിയായി പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ വരാതിരുന്നത്. ഞാനും വന്നതാണെങ്കിൽ ഇപ്പൊ ഇതന്നെയല്ല എൻ്റെ അവസ്ഥ. പിടിച്ചിട്ട് ജയിലിൽ കൊണ്ടുപോയിട്ട് 4 വർഷം ഇരുത്തും. അതാണ് ഇവിടെ നടക്കണത്. എൻ്റെ അമ്മയ്ക്ക് അതന്നെയല്ല അവസ്ഥ ഉണ്ടായത്. ഇപ്പൊ എൻ്റെ അച്ഛൻ അതന്നെയല്ല ഉണ്ടായത്. നിങ്ങളുടെ എന്തെങ്കിലും കുടുംബത്തിലാണെങ്കിലോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ? അയാളെ തൂക്കിക്കൊല്ല, അത് ചെയ്യും ഇത് ചെയ്യും. ഇവിടെയാണെങ്കിലും അയാൾക്ക് 4 കൊല്ലം നന്നായി ഭക്ഷണം കൊടുത്തിട്ട് വിട്ടയച്ചിരിക്കണം. ഞങ്ങളുടെ കണ്ണീരിന് വിലയില്ല. ഇനി എനിക്ക് ആരാ ഉള്ളത്? ചെന്താമര ഇന്ന് രാവിലെയും കുടുംബത്തെ കൊല്ലുമെന്ന് കത്തിക്കാട്ടി ഭീഷണി മുഴക്കിയെന്ന് നാട്ടുകാർ പറഞ്ഞു. സ്റ്റേഷനിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ ഒപ്പ് സൈൻ മേടിച്ചിട്ട് ഇപ്പോൾ സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്ത ഭീഷണിയുണ്ട്. അയാൾ വീണ്ടും അതന്നെ ചെയ്യും. അയാൾക്ക് അതേ ഒരു ടെൻഡൻസിന് ഇങ്ങനെ കൊല്ലണം എന്നുള്ള ടെൻഡൻസിന്. ഇപ്പോൾ അതപ്പോൾ അവിടെ ഇന്ന് രാവിലെ അവിടെ ബിന്ദു ചേച്ചി എന്ന് പറഞ്ഞ സ്റ്റേഷൻ്റെ അടുത്ത് വാളിങ്ങനെ ഊരി കാണിച്ചത് അത് കണ്ടില്ല. ഇതാ നീളമുണ്ട്, ഇതാണ് എൻ്റെ സെറ്റപ്പ്. ബൈക്കിൽ പോകുമ്പോൾ വീശിയായാലും വീഴും എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഭീഷണിപ്പെട്ടത്. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ ആകുമ്പോഴേക്കും അയാളെ അവിടെ കൊന്നിട്ടു. ഇതൊരു സെറ്റപ്പാണ്, എൻ്റെ സെറ്റപ്പ് കണ്ടില്ലേ ചോദിച്ചു. നിൻ്റെ എന്ത് സെറ്റപ്പ് എന്ന് ചോദിച്ചു ഞാൻ. അപ്പോൾ ഇത് വിറക് അവിടെ ഇട്ടിട്ട് ഈ വടിവാള് കണ്ടു. നീ ഈ സെറ്റപ്പ് കൊണ്ട് നടക്കണം, നീ നിന്റെ വീട്ടിലേക്ക് പോ, നീ മിണ്ടാണ്ടിരിക്കട്ടെ ചെന്താമരയെന്നും പറഞ്ഞു. 3 പ്രാവശ്യം പോയി കംപ്ലൈന്റ് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു മറ്റേ എന്താണ് കണ്ണ് കാണിച്ച മൂക്ക് കാണിച്ച അവർ ജാമ്യത്തിലാണ്, കോർട്ടാണ് ജാമ്യം കൊടുത്തിരിക്കുന്നത് പറഞ്ഞു. ഇയാൾ അടുത്തൂടെ പോകുമ്പോൾ തന്നെ പേടിക്കുക. ഞാനൊന്നും ചെയ്യാറില്ല, ഞാനൊന്നും ചെയ്യില്ല, ഞാൻ പഴയതുപോലെയല്ല, എല്ലാ തരത്തിലും ഞാൻ മാറി നല്ലവനായിട്ടാണ് വന്നെന്ന് പറയുന്നുണ്ട്. ഈ വന്നത് ഇങ്ങനെയാണോ ചെയ്യുന്നത്? ഞങ്ങൾ എങ്ങനെ ജീവിക്കും? കുട്ടി മക്കളൊക്കെ ആയിട്ട് ഞങ്ങൾ പേടിച്ചിട്ടാണ് ജീവിക്കുന്നത് സാറേ. പരാതി നൽകിയിട്ടും നടപടിയെടുത്തില്ലെന്ന ആരോപണം പോലീസ് നിഷേധിക്കുന്നു. പ്രതിക്ക് താക്കീത് നൽകിയിരുന്നുവെന്ന് വിശദീകരണം. പ്രതിയെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു. ഞങ്ങൾ നടപടി എടുത്തിട്ടുണ്ട്, താക്കീത് ചെയ്ത് വിട്ടാൽ മതി എന്നുള്ള ഉദ്ദേശത്തിൽ അയാളോട് അവിടേക്ക് പോകരുതെന്ന് പറഞ്ഞ് നമ്മൾ താക്കീത് ചെയ്ത് വിട്ടിട്ടുള്ളതാണ്. അല്ല, നമുക്കതിൽ മറ്റു നടപടികൾ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വിട്ടതാണ്. 5 വർഷം മുമ്പ് നാട്ടിൽ മറ്റാരുമില്ലാത്ത നേരം പിന്നിലൂടെ എത്തി കഴുത്തിന് വെട്ടിയാണ് ചെന്താമര സജിതയെ കൊന്നത്. ഭാര്യയുമായി വേർപിരിയാനുള്ള കാരണം സജിതയും കുടുംബവും ആണെന്ന തെറ്റിദ്ധാരണയും വൈരാഗ്യവുമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. ഇതേ പകയുമായി കുടുംബത്തെ ആകെ വകവരുത്താൻ തക്കം പാർത്തിരിക്കുകയായിരുന്നു പ്രതി. കൊല്ലാൻ ഉപയോഗിച്ച കൊടുവാൾ പ്രതിയുടെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെത്തി. മൊബൈൽ ഫോൺ ഉപേക്ഷിച്ചാണ് പ്രതി രക്ഷപ്പെട്ടത്. പ്രതിക്കായി സമീപ പ്രദേശങ്ങളിൽ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. പരിശോധന നടത്തിയ പോലീസ് നായ ആദ്യം പോയത് ചെന്താമരയുടെ തറവാട്ടിലേക്കാണ്. അവിടെ നിന്ന് സമീപത്തെ കുളത്തിലേക്കും പോയി. പക്ഷേ പിന്നീട് സൂചനയൊന്നും കിട്ടിയില്ല. പ്രതിയുടെ വീട്ടിൽ നിന്നും ഒഴിഞ്ഞ വിഷക്കുപ്പി കണ്ടെത്തി. ഇത് തെറ്റിദ്ധരിപ്പിക്കാൻ വെച്ചതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. ഡ്രോൺ ഉപയോഗിച്ചും പരിശോധന നടത്തുന്നുണ്ട്. 4 സംഘങ്ങളായാണ് പരിശോധന. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് മലയാളം, പാലക്കാട്.